എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ വിചാരിക്കും കുക്കിംഗ് വീഡിയോയിൽ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. പക്ഷേ ഇവിടെയുള്ള ഒരു സാധനം വെച്ചാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് ചേനത്തണ്ട് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേനത്തണ്ടും ചെറുപയർ തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ ചേനയിലും ചേനത്തണ്ടിലും ഒക്കെ. അപ്പോൾ എല്ലാവരും പരമാവധി ഇതൊന്നും വേസ്റ്റ് ആക്കരുത്. നമ്മുടെ ആഹാരത്തിൻ്റെ കൂടെ ഇതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. നല്ലതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ തോരൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ചേനത്തണ്ടൊക്കെ നല്ലതുപോലെ തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ടുള്ള ചെറുപയറാണേ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിക്കാൻ വെക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ചെറുപയർ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി കുറച്ച് തേങ്ങ, 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കാന്താരി മുളകും കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കടുകൊക്കെ പൊട്ടി ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ടും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാൻ മറക്കരുത്. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഇതൊന്ന് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാൻ വിട്ടുപോകരുതേ. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് അതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർത്ത് ഇളക്കി ഒന്ന് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാമേ. അങ്ങനെ നമ്മുടെ ചേനപ്പിണ്ടി ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ.